നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പാലാ മുണ്ടാങ്കലിൽ 2 വീട്ടമ്മമാരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ പ്രതിയായ കാർ ഡ്രൈവർക്ക് ജാമ്യം നിഷേധിച്ച് പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കഴിഞ്ഞ 5-ാം തീയതി പാലാ മുണ്ടാങ്കൽ ഭാഗത്തുണ്ടായ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരണപ്പെടുകയും പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ റിമാൻഡിലായ അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്ന ഇടുക്കി ചെറുവിള വീട് ചന്തു സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷയിൽ വാദം കേട്ട പാലാ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പഴേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബാൻഡ് അരങ്ങേറ്റവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ കുട്ടികളുടെ ബാങ്ക് അരങ്ങേറ്റ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജയൻ AJ അധ്യക്ഷത വഹിച്ചു. പഴേരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി നിർവഹിച്ചു. ഈ കലയന്താനിയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ സ്കൂൾ. കാരണം നമ്മളുടെ കലയന്താനിയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് കലയന്താനി സെന്റ് ജോർജ് സ്കൂൾ. അത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ല. കാരണം കലയന്താനി സ്കൂളിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒരു ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് സാംസ്കാരിക, അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ കലാപരമായ മേഖലകളിലൊക്കെ വ്യാപരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഈ സ്കൂൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോകുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷം തരുന്നതായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിനോടുള്ള മനോഭാവമാണ്. അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. തോട്ടുവ പമ്പിന് സമീപമായിരുന്നു അപകടം. കുറുപ്പന്തറ ഭാഗത്തു നിന്ന് കുറവിലങ്ങാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ എത്തിയ കാർ എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. ഓട്ടോ ഡ്രൈവർ കൂത്താട്ടുകുളം സ്വദേശി ബീനയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഇടിച്ച് മറയുന്നത് കണ്ട് അതുവഴി വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിച്ച് മറഞ്ഞു. നസ്യർത്തഹിൽ സ്വദേശികളായ ബെന്നി, ജോളി എന്നിവർക്ക് പരിക്കേറ്റു. ഇടിച്ച കാർ നിർത്താതെ പോയി. ഓടിയെത്തിയ സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ അതുവഴി വന്ന മറ്റൊരു വാഹനത്തിൽ മൂവരെയും കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മൂവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്തുന്നതിനായി കുറവിലങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലാ മീനച്ചിൽ മറ്റക്കാട് സോജൻ MS പിടിയിലായി. പാലാ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ മറ്റ് പ്രതികളായ പാലാ മുരിക്കുമ്പുഴ സ്വദേശികളായ ദമ്പതികൾ ജോജോയും ഭാര്യ സീനുവും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 പേരിൽ നിന്നായി 15 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് പരാതി. പിടിയിലായ സോജൻ മുൻപ് മറ്റൊരു കേസിലും പിടിയിലായിരുന്നുവെന്ന് പാലാ SI K ദിലീപ് കുമാർ പറഞ്ഞു. ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ കരാറെടുത്ത് നടത്തിവരികയായിരുന്നു ഇയാൾ. ഇതിനിടെയാണ് ജോലി തട്ടിപ്പിന് ശ്രമിച്ച് പിടിയിലായത്. വിളക്കുംമരുത്, പാലാക്കാട്, മീനച്ചിൽ, കുറ്റില്ലം എന്നിവിടങ്ങളിലായി ഇയാൾ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. കോട്ടയം നഗരസഭാ പരിധിയിൽ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുഷ്കരമായിട്ടും പരാതി പറഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല. അറ്റകുറ്റപ്പണികൾ വൈകുന്നതാണ് റോഡുകളുടെ ദുരവസ്ഥയ്ക്ക് കാരണം. അതിർത്തി തർക്കം, കരാറുകാരുടെ അഭാവം, ഫണ്ടിന്റെ ലഭ്യതക്കുറവ് എന്നിവയാണ് പ്രശ്നങ്ങൾ. തദ്ദേശ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരവും മറ്റൊരു കാരണമാണ്. ജീവനക്കാരുടെ സ്ഥലം മാറ്റവും പകരം വരുന്നവരുടെ പരിചയക്കുറവും പ്രശ്നമാണ്. റോഡുകൾ നന്നാക്കിയാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. കോഴിച്ചന്ത ലിങ്ക് റോഡ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുണ്ടായിരുന്ന തർക്കം മാർക്കറ്റിലെ കോഴിച്ചന്ത ലിങ്ക് റോഡിനെ ദുരിതത്തിലാക്കി. 15 വർഷമായി റോഡ് തകർന്നു കിടക്കുകയാണ്.
തകർന്ന റോഡും അനധികൃതമായ പാർക്കിംഗ് ഇവയെല്ലാം ഈ വഴിയിലുള്ള യാത്ര ഏറെ ദുഷ്കരമാക്കുകയാണ്. ML റോഡിനെയും TB റോഡിനെയും ബന്ധിപ്പിക്കുന്ന കോഴിച്ചന്ത റോഡിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും തർക്കത്തിലാണ്. ലിങ്ക് റോഡ് നവീകരണം നഗരസഭ ചെയ്യണമെന്ന് പൊതുമരാമത്ത് വകുപ്പും, എന്നാൽ 8 മീറ്ററിൽ കൂടുതൽ വീതിയുള്ളതിനാൽ പൊതുമരാമത്ത് ചെയ്യട്ടെ എന്ന് നഗരസഭയുടെയും വാദം. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വാർഡ് കൗൺസിലർ ശ്രമം തുടരുകയാണ്. വെള്ളൂർ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന്റെ സംരക്ഷണ ഭിത്തി ഇന്നലെ 150 മീറ്ററോളം ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആളപായമൊന്നും ഉണ്ടായില്ല. സ്ഥിരം ട്രെയിൻ യാത്രക്കാരായ ചിലർ റോഡിന് എതിർവശത്ത് വാഹനങ്ങൾ വച്ചതിനു ശേഷം ഈ മതിൽ ചാടി കടന്നാണ് പലപ്പോഴും ട്രെയിനിൽ ഓടിക്കയറി പോകുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.